ഇപ്പൊ ഈ വാട്സപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ സ്കാമുകളുടെ ഒരു കാര്യം ഓർമ്മ. ഈ സ്കാമുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫുള്ളി സ്കാം തന്നെയാണ്. നമ്മൾ ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റാഗ്രാം എടുത്ത് വിചാരിച്ചോ, ഇൻസ്റ്റാഗ്രാമിലാണ് മെയിൻ അതിന്റെ ആഡ് തന്നെ തുടങ്ങുന്നത്. ടൈപ്പിംഗ് വർക്ക് അവൈലബിൾ, ടൈപ്പിംഗ് ജോബ് അവൈലബിൾ, ഡാറ്റ എൻട്രി ജോബ് അവൈലബിൾ. ആരെങ്കിലും ഇപ്പൊ ഒരു സൈഡായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ ഒരു താല്പര്യമുള്ള ഏതൊരു കുട്ടികൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു പോകും. ഞാനും അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാനും അപ്ലൈ ചെയ്ത് അന്നേരം ചുമ്മാ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാ. പിന്നെ ഒരു നിങ്ങൾ ഹായ് ഹായ് കുറെ മെസ്സേജ് വന്നു. എനിക്കിത് ആരെന്താണെന്ന് അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് ടൈപ്പിംഗ് ജോബാണ്. ഞാൻ അപ്ലൈ ചെയ്ത ഏതോ എനിക്ക് ഓർമ്മ ഉണ്ട്. ഇത് തന്നിട്ട് വേറെ ഏതൊരു കമ്പനി നിൽക്കും ഇങ്ങോട്ട് മെസ്സേജ് വന്നോ, ഇന്ന പോലെ ആളാണ്, ടൈപ്പിംഗ് ജോബാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞ് ബ്ലാ ബ്ലാ പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ 1499 rupees ഒരു രജിസ്ട്രേഷൻ ഫീ ആണ്. ഇനീഷ്യലി കുറച്ച് പറഞ്ഞു. ബട്ട് ദാറ്റ്സ് റീഫണ്ടബിൾ. ഓക്കെ ശരി. അപ്പോ ഞാനാ ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഈ 1490 എന്റെ ഇപ്പൊ എനിക്ക് ആ പണിക്ക് അപ്ലൈ ചെയ്യണം വേണ്ടല്ലോ. ഞാൻ ചോദിച്ചു, അതായത് ഞാൻ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഇത്ര പൈസ എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്നുണ്ട്, എനിക്കത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിനെ ടൈപ്പ് ചെയ്ത് കേട്ടാ, അപ്പോൾ ഇത് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പൈസ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോലിക്ക് എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞു. പിന്നെ ഞാനൊരു സ്റ്റുഡൻ്റുമാണ്, അതേപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഇത്ര എമൗണ്ട് കയ്യിലെടുക്കാനില്ല. സോ ഡു വൺ തിങ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ എമൗണ്ട് ഇപ്പം നിങ്ങൾ ഇനീഷ്യലായിട്ടൊന്ന് അടക്കി പറഞ്ഞു. ഈ സാലറി ഇടുമ്പോൾ ഞാൻ 100 200 കൂട്ടി ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാൻ പറഞ്ഞു. പിന്നെ അതൊരു അഡ്രസ് ഇല്ല, ഇവന് ബുദ്ധി ഉണ്ട്. പിന്നെ അഡ്രസ് ഇല്ല, പോയി. പിന്നെ ഞാൻ കുറെ മെസ്സേജ്, ഞാൻ ഹലോ ഹലോ ഞാൻ ഒന്ന് നോക്കൂ, എന്റെ ഒന്ന് പരിഗണിക്കൂ, ഞാൻ ഒരുപാട് അയച്ച്. അപ്പൊ തന്നെ പേര് മാറ്റി, എന്റെ പേര് ഇപ്പൊ എന്താണ് അത് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇവന് ഇവരുണ്ടെന്നുള്ള രീതിയിൽ സാധനം ഇട്ട് ഇന്റലിജന്റ് ബ്രാക്കറ്റില് അതിട്ട് അവര് നോട്ട് ഇൻട്രസ്റ്റഡ്. ഇതുപോലത്തെ കുറെ സ്കാം നടക്കുന്നുണ്ട്. എല്ലാത്തിലും പൊതുവെ നമ്മൾ കാണുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ആദ്യം ഇവരിങ്ങനെ വിശദീകരിക്കും നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ. അതായത് നമുക്ക് 1000 കിട്ടും, 2000 കിട്ടും, ഒന്നുമില്ല ഞങ്ങളെ പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ കുറെ റിവ്യൂ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവം ഇതാക്കും. ചിലപ്പോൾ ചിലതിലൊക്കെ ചിലപ്പോൾ അവർ കുറച്ചൊക്കെ ഫസ്റ്റ് ഇനീഷ്യലി തരും. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സംഭവം, ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, ഇനീഷ്യലി ഇത്ര പൈസ തരാമെന്ന് പറയും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഉടായ്പുണ്ടെന്ന്. കാരണം അവർക്ക് അങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് ആ സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ശമ്പളം എന്തായാലും കിട്ടുമല്ലോ, ആ ശമ്പളത്തിൽ നിന്ന് കുറച്ചാ പോരെ. അതേ ഒന്നും വേണ്ട, അവർക്ക് എങ്ങനെ ഇത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ 500 രൂപ കിട്ടും, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ തരാണ്ട്, അതുകൊണ്ട് അതൊരു 100 രൂപ നമ്മൾ വെച്ച് പിടിക്കും. അത് എത്ര സുഖമായപ്പെടാ. നമുക്ക് നഷ്ടമില്ല, അവർക്ക് നഷ്ടമില്ല, അവർക്ക് ലാഭം, നമുക്ക് കുറച്ച് ഇൻകം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്നത്. ഇത് റീഫണ്ടബിളാന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അതേപോലത്തെ പല കണക്കിന് സ്കാമുകൾ വാട്സപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി. ഈ പ്രാവശ്യം സ്റ്റോറി റൈറ്റിങ്ങിന്റെ കണ്ടന്റ് എഴുതും, അല്ലെങ്കിൽ സ്റ്റോറി ഒരു സംഭവം തരും, അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും എഴുതി പ്രോംപ്റ്റ് ചെയ്യേ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ. ഒക്കെ ഇതിൽ രജിസ്ട്രേഷൻ ഫീ എത്ര 2000. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് PDF എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വന്നു, അതായത് മറ്റേതോ ഒരു PDF വന്ന് അത് മറ്റേ വേടിക്കാക്കണം, വേടിക്കാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ പോട്ടെ, ഞാൻ ട്രൈ ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് ഇരുന്ന് ഒരു 3 മണിക്കൂർ ഞാൻ അതിലിരുന്ന് ഇങ്ങനെ കിട്ടിയാലോ, ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ, ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ, വേർഡിലെല്ലാം ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത് വേർഡാക്കി കൊടുത്തപ്പോ ഒരു ലിസ്റ്റിംഗ് വന്നു, ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ഫുൾ A to Z വരെ ഡീറ്റെയിൽസ് വന്നു. അതിന്റെ അടിയിൽ 2000 rupees രജിസ്ട്രേഷൻ, ബട്ട് ഇറ്റ്സ് റീഫണ്ടബിൾ. അതായത് രജിസ്ട്രേഷൻ ചെയ്ത ഉടനെ നിൽക്കുന്നത് 10,000 സംതിങ് കിട്ടുന്നു. അപ്പോഴേ മനസ്സിലായി ഇത് പോക്കാണ്. ഞാൻ മറ്റേ പല്ലവിനെ വിളിച്ചു, സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ പൈസ ഇപ്പം നിങ്ങൾ എടുക്ക്, എനിക്ക് കിട്ടുമ്പോൾ ഞാൻ 2000 കൂട്ടി നിങ്ങൾക്ക് തരാം, പ്രശ്നമില്ല പറയും. ഒരു അഡ്രസ്സും ഇല്ല. ഇതിനുള്ളൊരു സ്കാമാണ് കോളിങ്. പെട്ടെന്നൊരു കോൾ വരും, ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വരും. ഈ കോള് വന്നിട്ട് ഇവര് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫുള്ളും ബ്ലോക്കായി, ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഒന്നാമറത്ത്. എന്തിനതിന്റെ ആവശ്യം? ആപ്പാടും ബാങ്ക് അക്കൗണ്ട് 10 2 രൂപ വേണ്ടെങ്കിൽ 2 എന്താ പറഞ്ഞാലും പൈസ പോയി നമ്മള് ആകെ 2 3 രൂപ അവര് കൊണ്ടുവച്ചെന്നങ്ങ് കൊണ്ടുപോട്ടെ. ഇത് ചവറ് പോലെ സ്കാം ഉണ്ട് ഇപ്പോ. കുറെ തന്നെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് പറയാൻ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ഡീറ്റെയിൽസ് പല സ്ഥലത്തും പോകുന്നുണ്ടല്ലോ, അതാണ് മെയിൻ സംഭവം. അത് നമ്മൾ ഒന്നിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തിൽ നമുക്ക് എന്തായാലും നമ്മൾ ചെറിയൊരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ജോബിന് നമ്മൾ അപ്ലൈ ചെയ്ത് വിചാരിച്ചു, ഏതെങ്കിലും വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്ത്
ആ രജിസ്റ്റർ ചെയ്ത് ഈ ഡാറ്റ പിന്നെ അവരെല്ലാവർക്കും ഷെയർ ചെയ്യാണ്. ഇതൊരു വലിയൊരു മാർക്കറ്റ് പോലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ്. എല്ലാവരുടെ അടുത്തും ഈ സാധനം കിട്ടും. പിന്നെ അവിടുന്ന് കോളി ഇവിടുന്ന് കോളി എല്ലായിടത്തും കോളി. ഞാൻ രേഖ ഫ്രം മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഈ ഡേറ്റയ്ക്ക് അത്രയും വില ഉണ്ടെന്ന് പറയുന്ന ഒരാളുടെ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നതിന്. കാരണം ഇവരൊക്കെ തന്നെ പറഞ്ഞതൊക്കെ പൊട്ടൻഷ്യലി സ്കാം ചെയ്യപ്പെടാനുള്ള ആൾക്കാരാണ്. കാരണം ഇവർക്കൊക്കെ പൈസക്ക് ആവശ്യമാണ്. സ്ക്വിഡ് ഗെയിമിൽ പറയണ പോലെ ഇവരൊക്കെ സ്ക്വിഡ് ഗെയിമിൽ അവർ വിളിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ നോ പ്രസ് ചെയ്യാണ്ട് ഇപ്പോൾ യെസ് പ്രസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇത് കഴിഞ്ഞാൽ വേറെ ജീവിതമില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് പൈസ അത്ര അത്യാവശ്യം എന്ന് പറയുന്ന കുറെ ആൾക്കാർ അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരൊക്കെ മെസ്സേജ് മുതലാക്കുകയാണ് നമ്മളെ പ്രശ്നം.